നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലെത്തുകയാണ്. എത്തുമ്പോൾ പ്രധാന വിഷയം കരുവന്നൂർ ആകുമോ? 15-ന് ഇരിങ്ങാലക്കുടയിൽ നിന്നും കരുവന്നൂരിലേക്കാകുമോ നരേന്ദ്രമോദിയുടെ റോഡ് ഷോ? ഇനി അങ്ങോട്ട് കരുവന്നൂർ BJP പ്രചാരണ വിഷയമാക്കിയാൽ അത് ആർക്കൊക്കെ എങ്ങനെയൊക്കെ പ്രതിഫലിക്കും? CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജുവിനെയും ED വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു. ആദായ നികുതി വകുപ്പ് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് CPM. എല്ലാ കണക്കുകളും സുതാര്യമാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവർത്തിച്ച് ആണയിടുമ്പോൾ അത് കുറഞ്ഞത് മുഴുവൻ പാർട്ടി അനുകൂലികളെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. CPMന് മറയ്ക്കാൻ എന്തുണ്ട്? അതോ ഇടതുപക്ഷം ആരോപിക്കുന്നത് പോലെ ED നീക്കം മുഴുവൻ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടിനുള്ള കളമൊരുക്കാൻ വേണ്ടി മാത്രമാണോ? കരുവന്നൂരാണോ പ്രധാനമന്ത്രിയുടെ കേരളത്തിലെ അടുത്ത ആയുധം? കരുവന്നൂരിൽ എത്തുമോ നരേന്ദ്രമോദി? ഈ ചർച്ചയിൽ എന്നോടൊപ്പം ചേരുന്നു ഇടതു നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസ്, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ N ശ്രീകുമാർ, BJP നേതാവ് ഉല്ലാസ് ബാബു, ഒപ്പം KV അബ്ദുൽ ഖാദർ MLAയും അനിൽ അക്കരെയും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ റെജി ലൂക്കോസിലേക്ക്. ശ്രീ റെജി ലൂക്കോസ്, ഒരുപക്ഷെ രാജ്യമെമ്പാടും നടക്കുന്ന ED റെയ്ഡുകളെ സംബന്ധിച്ച് CPMന് ഒരു നയമുണ്ട്. അത് BJPയുടെ രാഷ്ട്രീയ വേട്ടയാടലാണ്, അതിൻ്റെ ഭാഗമാണ് എന്നൊക്കെ ആരോപിച്ച് തള്ളാം. പക്ഷെ കരുവന്നൂരിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ വീണ്ടും ED ഈ നേതാക്കളെ, CPM നേതാക്കളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. ആദായ നികുതി വകുപ്പ് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു. CPMന് എന്തൊക്കെയോ മറച്ചു വെക്കാനുണ്ട് എന്ന സൂചനകൾ നൽകാനുള്ള ഒരു നീക്കമായാണോ അതിനെ കാണേണ്ടത്? അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും അതിലുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ടോ? അല്ല, EDയുടെ നോട്ടീസും EDയുടെ ചോദ്യം ചെയ്യലിനൊക്കെ യാതൊരു പുതുമയില്ല. കാരണം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പായിട്ട് 5ഓളം ഏജൻസികൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ തകർക്കാനായിട്ട് കേരളത്തിൽ വട്ടം ചുറ്റി. സ്വർണ്ണക്കടത്തുനിന്നും ഖുറാനിൽ സ്വർണം കടത്തിയെന്നും പിന്നെ ഈന്തപ്പന കുരുവിൽ സ്വർണം കടത്തി എന്നൊക്കെ പറഞ്ഞ വിചിത്രമായ വാദങ്ങളുമായിട്ട് കസ്റ്റംസിന്റെ അധീനതയുള്ള പിന്നെ എയർപോർട്ടിൽ നിന്നും കടത്തി എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇവിടെ വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾ ഉണ്ടാക്കിയത്. പക്ഷേ അതിനെയൊന്നും യാതൊരു ഒരു ശതമാനം പോലും ജനങ്ങളെ വിശ്വസിക്കാതെ കൂടുതൽ പിന്നെ MLAമാരെ നൽകിക്കൊണ്ട് കേരളത്തിൽ വീണ്ടും ഇടതുപക്ഷം രണ്ടാമതും തുടർച്ചയായി അധികാരത്തിൽ വന്നു. അതിനുശേഷം കോടതികളിൽ സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ കോടതി തന്നെ 3 പ്രാവശ്യം ശാസനാപൂർവ്വം ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ട്? ഈ EDയോട് ചോദിച്ചു, കസ്റ്റംസിനോട് ചോദിച്ചു, NIA കേസ് ഇട്ടേച്ചു പോയി. പിന്നെ അപ്പൊ അവര് യാതൊരു തെളിവില്ലാണ്ട് ആ കേസ് മരവിച്ചൊരവസ്ഥയല്ല. ഇപ്പോഴിതാ വീണ്ടും വന്നിരിക്കുന്നു കരുവന്നൂർ എന്ന് പറഞ്ഞോളൂ. കരുവന്നൂർ കേസ് വെളിയിൽ വന്നിട്ട് ഇപ്പോഴല്ല, അതിനേതാണ്ട് 1-2 വർഷത്തെ പഴക്കമുണ്ട് ആ കേസിന്. കേരളത്തിൽ ഏതാണ്ട് 170ഓളം കോർപ്പറേറ്റീവ് ബാങ്കുകളിൽ ക്രമക്കേട് കണ്ടുപിടിച്ചതായിട്ടുണ്ട് ഇതുവരെ. ഏതാണ്ട് 20-22 ബാങ്കുകളിൽ മാത്രമേ ഉള്ളൂ CPM ഭരിക്കുന്നവിടുത്തെ ക്രമക്കേട്. യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ? 13,000 പേജുള്ള വലിയ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. 55 പ്രതികൾ, 50 വ്യക്തികൾ, 5 കമ്പനികൾ, 6 സ്റ്റീൽ പെട്ടികളിലാണ് കുറ്റപത്രം കൊണ്ടുവന്നത്. 343 രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് വെളിപ്പെടുത്തൽ. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് മറ്റ് ഈ സ്വർണ്ണക്കടത്ത് പോലെയല്ല, ഇവിടെ ഒരു കാര്യമുണ്ട്. പണം നഷ്ടമായ ആളുകളുണ്ട്, ബാങ്ക് ജപ്തി വന്നപ്പോൾ ആത്മഹത്യ ചെയ്തവരുണ്ട്, അതേപോലെ സുഖമില്ലാതെ മരിച്ച, ചികിത്സാ പണമില്ലാതെ മരിച്ചയാളുണ്ട്. ഇതൊക്കെ നമുക്ക് മുന്നിലുള്ള കാര്യങ്ങളല്ലേ? അങ്ങനെ അങ്ങ് പറഞ്ഞു പോകാൻ കഴിയുമോ ഈ സംഭവത്തെ? അല്ല, ഞാനത് പൂർത്തീകരിക്കട്ടെ. ഞാൻ അതിലേക്ക് തന്നെ വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. കാരണം അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. കരുവന്നൂർ ബാങ്കിൽ ഉൾപ്പെടെയുള്ള പല ബാങ്കുകളിലെ പോലെ തന്നെ കരുവന്നൂരിൽ നിന്ന് ക്രമക്കേട് കണ്ടുപിടിച്ചു. അതിൽ 105 കോടി രൂപ ഇതുവരെ അവിടുത്തെ നിക്ഷേപകർക്ക് തിരിച്ചു കൊടുത്തു. അതില് പിന്നെ സംസ്ഥാന കേരള ബാങ്കിന്റെ ആസ്തി ഫണ്ടിൽ നിന്നും പണമെടുത്ത് ആ 105 കോടിയോളം രൂപ അവിടുത്തെ നിക്ഷേപകർക്ക് തിരികെ നൽകി. എന്നാൽ പുൽപ്പള്ളി ബാങ്ക് കോൺഗ്രസ് ഭരിക്കുന്ന അതിന്റെ പ്രസിഡന്റിനെ സഹിതം ജയിലിലിട്ടിരിക്കുക. അത് KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. കോടാനുകോടികൾ. ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തു, അയാളുടെ 60,000 രൂപ എടുത്ത ആ മനുഷ്യന്റെ പേരിൽ ഈ ബാങ്ക് പ്രസിഡന്റ് കോടികളുടെ പണം തട്ടിയെടുത്തു കോപ്പറേറ്റീവ് ബാങ്കിൽ. അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. അതെല്ലാം ഇവിടെ നിൽക്കട്ടെ, അതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്.
അതിനെയൊന്നും തർക്കിച്ചിട്ടോ അതിനെയൊന്നും ന്യായീകരിച്ചൊന്നും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ അന്വേഷണമാണല്ലോ. ഇപ്പൊ ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ ഘടകത്തിന്റെ ഏതാണ്ട് 6 കോടിയോളം രൂപ മരവിപ്പിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ 285 കോടി രൂപ പ്രവർത്തന ഫണ്ടിൽ 1 രൂപ വണ്ടിക്കൂലിക്ക് പോലും മിച്ചം പിടിക്കാൻ കഴിയാത്ത അവരുടെ അക്കൗണ്ടുകളെല്ലാം ഈ ഇ.ഡി. മരവിപ്പിച്ചു. അങ്ങനെ പ്രതിപക്ഷ കക്ഷികളെ മൊത്തം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പോലും പങ്കാളികളാകാൻ അനുവദിക്കാതെ കണ്ട് ഒരു ഏകാധിപത്യമുള്ള രാജ്യത്ത് പോലും നടക്കാത്ത രീതിയിലുള്ള ജനാധിപത്യ ഹത്യകൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ലോകത്തെ ജനാധിപത്യത്തിന് ഏറ്റവും ഔഡാദാരണമായ മനോഹരമായ ജനാധിപത്യത്തിൽ 1-ാം സ്ഥാനത്തുള്ള ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഊരാക്കുടുക്കിലും സാമ്പത്തിക വിരോധത്തിലും ഇ.ഡി. റെയ്ഡിലൂടെ കൂടെ മുന്നേറുമ്പോൾ കരുവന്നൂർ ബാങ്കിന്റെ പേരും പറഞ്ഞുകൊണ്ട് CPM നേതാക്കന്മാരെ ഇ.ഡി. ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതിലൊന്നും യാതൊരു കാര്യവുമില്ല. അതൊക്കെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള നാടകങ്ങളാണ്. ഇ.ഡി. തന്നെ ഈ രാജ്യത്തിനൊരു ബാധ്യതയായി മാറിയിരിക്കുന്നു, ഒരു കൗതുക ജീവിയായിട്ട് മാറിയിരിക്കുന്നു. ഭരണകക്ഷിയുടെ ഒരു ഗുണ്ടാ ശൈലിയിലുള്ള പിടിച്ചുപറിക്കാരുടെ ഒരു സംഘമായിട്ട് ഈ ബ്ലേഡ് കമ്പനിക്കാരൊക്കെ പിടിച്ചുപറിക്ക് വിടുന്ന പോലെ തന്നെ പിടിച്ചുപറിക്കാനായിട്ട് വിടുകയാണ്. ഒരു ഉദാഹരണം പറയാം, അതുകൂടെ പറയാനുള്ള അവസരം തരണം. കേജ്രിവാൾ എന്ന് പറയുന്ന ഡൽഹിയുടെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ അദ്ദേഹം ദീർഘനാളത്തെ അതായത് 10ഓളം ദിവസത്തെ ഇ.ഡിയുടെ കസ്റ്റഡിയിൽ നിന്ന് അദ്ദേഹത്തിനെ തീഹാർ ജയിലിലേക്ക് വിട്ടിരിക്കുക. എന്താണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള തെളിവെന്നുള്ളവരും ഇതുവരെ ആർക്കും അല്ലെങ്കിൽ കോടതിയിൽ പോലും അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഹൈദരാബാദ് ആസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഉടമ 2 തവണ അയാളെ പണം കൊടുത്തു എന്നുള്ള ആരോപണത്തിന്റെ പേരിൽ അയാളെ ചോദ്യം ചെയ്തിട്ടും അയാൾ കേജ്രിവാളിന്റെ പേര് പറഞ്ഞില്ല. 3ാമത്തെ തവണ അയാളെ അറസ്റ്റ് ചെയ്ത് അയാളുടെ പേരിൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച് അയാളെ ജയിലിലിട്ടപ്പോൾ ആദ്യം 5 കോടി രൂപ കൊടുത്തു, അയാളെ ഒഴിവാക്കി. വീണ്ടും ഇ.ഡി. റെയ്ഡ് ചെയ്ത് ഭീഷണിപ്പെടുത്തി പൈസ തരൂ, അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും നിങ്ങളുടെ പേരിൽ കുറ്റപത്രം സമർപ്പിച്ച് നിങ്ങളെ പ്രതിയാക്കി ആയുഷ്കാലം ജയിലിലിടുന്നു പറഞ്ഞപ്പോൾ വീണ്ടും 45 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടിലൂടെ അയാൾ നൽകി. അയാളിപ്പോ കുറ്റമുക്തനായി അയാളെ മാപ്പ് സാക്ഷിയാക്കിയിരിക്കുന്നു. അയാളോട് പറഞ്ഞ ഡിമാൻഡ് എത്രയോട് താങ്കൾ 3ാം വട്ടം ചോദ്യം ചെയ്തപ്പോൾ ഇപ്പൊ കേജ്രിവാളിന്റെ പേര് പറയാൻ പറഞ്ഞു. ജീവൻ രക്ഷപ്പെടാൻ ജയിൽവാസം എന്ന് പറയുന്ന ദുസ്സഹ ജീവിതത്തിനെ പാടില്ല എന്ന് മാനസികാവസ്ഥ അയാൾ 50 കോടി രൂപ കൊടുത്തിട്ട് 45+5 കൊടുത്തിട്ട് അയാള് ജയിലിൽ നിന്നും മോചിതനായി. ഇപ്പോൾ അയാൾ മാപ്പസാക്ഷിയാണ്. സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി 2 തവണ വന്നിട്ടുണ്ട്. മാപ്പസാക്ഷികൾ പറയുന്ന സാക്ഷിമൊഴികൾക്ക് യാതൊരു വാല്യൂ ഇല്ലെന്ന്. അങ്ങനെ ഭീഷണിപ്പെടുത്തി തടവറയിലേക്ക് പോകുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒരു മനുഷ്യന്റെ വായിൽ നിന്ന് പറഞ്ഞ കേജ്രിവാൾ എന്ന് പറഞ്ഞ ഒറ്റ വാക്കിനെ പിടിച്ചുകൊണ്ടാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 20 വർഷങ്ങൾക്ക് മുമ്പുള്ള 7 ഏക്കർ ഇത് പറഞ്ഞ പൂർത്തിരിക്കട്ടെ, ലെറ്റ് മീ കണ്ടിന്യൂ മൈ വേർഡ്സ്. 20 വർഷം മുമ്പുള്ള ഒരു ചെറിയ ഭൂമി ഇടപാടിന്റെ പേരിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ജയിലിലിട്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ മനു മനസ്സിലാക്കേണ്ട വസ്തുത പറയാം. അമേരിക്ക, UK അടക്കമുള്ള ഏതാണ്ട് 48ഓളം സ്ഥലങ്ങളിൽ അവിടുത്തെ ചത്തുരങ്ങളിൽ ഇന്ന് ലോകവ്യാപകമായിട്ട് തന്നെ ഉപവാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങളിലെ ജനകീയ സംഘടനകൾ. ഇന്നിപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെയും ഒരു പകൽ നീണ്ട ഉപവാസമരം കഴിഞ്ഞു. ദേശീയ തലത്തിൽ തന്നെ നമ്മൾ കേട്ടുകേൾവി പോലുമില്ല ഒരു ജനാധിപത്യത്തിൽ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ജയിലിൽ അടച്ച് അദ്ദേഹം കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് കൊല ചെയ്യപ്പെട്ടു ജയിലിൽ നിന്നുള്ളത്. ഇപ്പോഴും അത് ലോകവ്യാപകമായിട്ട് പ്രതിഷേധം വന്നിരിക്കുന്നതിന് തുല്യമായിട്ട് ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളെയും ജയിലിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു കുതന്ത്രമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ചെറിയ ഭാഗമായിട്ടാണ് കേരളത്തിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ സുരേഷ് ഗോപിയെ രക്ഷപ്പെടുത്താനും വിജയിപ്പിക്കാൻ വേണ്ടി നടത്തിയ നാടകം. വിവേകശാലികളായ ബുദ്ധിമതികളായ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന തൃശ്ശൂരെയോ കേരളത്തിലെ ജനങ്ങൾ ഇത് അംഗീകരിക്കുന്നു മനുവിന് തോന്നുന്നുണ്ടോ? അത് മാത്രമേ ഇപ്പൊ തൃശ്ശൂർ നടക്കുന്നുള്ളൂ. അതിനെ ഞാൻ മടങ്ങി വരാം. എനിക്കൊരു